ഇന്ത്യൻ സൈന്യം അതീവ നിർണായകരമായ ഒരു ഓപ്പറേഷന്റെ നടുവിൽ പെട്ടെന്ന് വാട്സാപ്പും മറ്റെല്ലാ വാണിജ്യ മെസ്സേജിംഗ് ആപ്പുകളും ഉപേക്ഷിച്ചു. എന്തുകൊണ്ട്? കാരണം ജീവനുകളും ദൗത്യങ്ങളും അപകടത്തിലാകുമ്പോൾ ഒന്നിനു മാത്രമേ പ്രാധാന്യമുള്ളൂ: സമ്പൂർണ്ണ സുരക്ഷ. 2025 പഹൽഗാമിൽ നടന്ന മാരകമായ ഭീകരാക്രമണത്തിന് ശേഷം ഭീഷണികളെ നിർവീര്യമാക്കുവാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും കരസേന, വ്യോമസേന, രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നിവയുടെ സംയുക്ത ദൗത്യമായ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ആരംഭിച്ചു. എന്നാൽ തോക്കുകൾക്കും തന്ത്രങ്ങൾക്കും പിന്നിൽ മറ്റൊരു നിശബ്ദ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു: സുരക്ഷിതമായ ആശയവിനിമയത്തിനായുള്ള യുദ്ധം. വാട്സാപ്പ്, ടെലഗ്രാം, സിഗ്നൽ തുടങ്ങിയ ആപ്പുകൾ സുരക്ഷിതമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും അവ പ്രവർത്തിക്കുന്നത് വിദേശ ശക്തികൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന പബ്ലിക് സെർവറുകളിലാണ്. ഒരു ചെറിയ ഡാറ്റ ചോർച്ച പോലും സൈനികരുടെ ലൊക്കേഷൻ, ദൗത്യത്തിന്റെ സമയം, രാജ്യരക്ഷാ രഹസ്യങ്ങൾ എന്നിവയെല്ലാം വെളിപ്പെടുത്തിയേക്കാം. സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിനുള്ള ഉത്തരമായിരുന്നു സംഭവം. ആത്മനിർഭർ പദ്ധതിക്ക് കീഴിൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച് 5Gക്ക് സജ്ജമായ സ്വന്തം സുരക്ഷമായ മൊബൈൽ ഇക്കോസിസ്റ്റം. സംഭവം ഒരു ഫോൺ മാത്രമല്ല, പബ്ലിക് മൊബൈൽ നെറ്റ്വർക്കുകളിൽ പോലും എല്ലാ സന്ദേശങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ മൾട്ടി ലെയർ എൻക്രിപ്ഷനോട് കൂടി രൂപകൽപ്പന ചെയ്ത ഒരു സമ്പൂർണ്ണ കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്ക്. ഇതിന്റെ ഹൃദയഭാഗത്ത് M-Sigma എന്ന സൈനിക നിലവാരത്തിലുള്ള മെസ്സേജിംഗ് ആപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൈന്യത്തിനു വേണ്ടി മാത്രം നിർമ്മിച്ച വാട്സാപ്പിന് പകരമുള്ള അതിശക്തവും അതീവ സുരക്ഷിതവുമായ ഒരു ബദലായി ഇതിനെ കരുതാം. 2025 തുടക്കത്തിൽ തന്നെ 30,000 സംഭവ് ഉപകരണങ്ങൾ രാജ്യത്തുടനീളമുള്ള ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ സംഭവ് ഈ ദൗത്യത്തിന്റെ ഒരു ജീവനാഡിയായി മാറിയെന്ന് പറയാം. ഫീൽഡിലുള്ള സൈനികർ, ഹെഡ് ക്വാർട്ടേഴ്സിലെ കമാൻഡർമാർ, രഹസ്യാന്വേഷണ യൂണിറ്റുകൾ എന്നിവയെല്ലാം തത്സമയം ബന്ധപ്പെട്ടു. ശത്രുക്കൾക്ക് ചോർത്താൻ കഴിയാത്ത, യാതൊരു സാധ്യത പോലുമില്ലാത്ത ഈ സുരക്ഷിതമായ ഡിജിറ്റൽ നട്ടെല്ല് തന്ത്രപ്രധാനമായ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ദൗത്യം വിജയകരമാക്കുന്നതിലും നിർണായകമായ പങ്കുവഹിച്ചു. ഈ ഓപ്പറേഷനെ കുറിച്ച് മാത്രമല്ല, ഇത് ഇന്ത്യ അതിന്റെ ഡിജിറ്റൽ ഭാവി സ്വന്തം നിയന്ത്രണത്തിലാക്കുന്നതിൻ്റെയും കൂടി സൂചനയാണ്. രാജ്യരക്ഷയ്ക്കായി വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാൻ വിസമ്മതിക്കുന്നതിൻ്റെയും കൂടി തെളിവാണിത്. സൈബർ യുദ്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സംഭവ് ഭാവിയെ പ്രതിനിധീകരിക്കുന്നു. സുരക്ഷിതം, തദ്ദേശീയം, തടയാനാവാത്തത് എന്നിവയൊക്കെയാണ് സംഭവിന്റെ പ്രത്യേകത. ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചത് വിജയം യുദ്ധക്കളത്തിൽ മാത്രമല്ല നേടുന്നത്, അത് ഡിജിറ്റൽ ലോകത്തും കൂടിയാണ്.